പ്രാർത്ഥിക്കാനായിട്ട്. പിന്നെ എല്ലാവരും കാണുന്നതിൽ സന്തോഷം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തീർച്ചയായിട്ടും ഒരു വീട് എല്ലാവരും സ്വപ്നമാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ആഗ്രഹമാണ്. ഇതേ പറയാൻ എൻ്റെ ചേട്ടനൊക്കെ വീട് പണിതിരിക്കുന്നത്. ഞങ്ങൾ 3 മക്കളാണ്. ഇപ്പം 3 വീടായി, 3ാമത്തെ വീടാണ് പണി. അപ്പം ഞാൻ ചോദിച്ചാൽ എന്തിനാ പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും അതെൻ്റെ ഒരു സ്വപ്നമാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ആഗ്രഹത്തോടുകൂടി തന്നെയാണ് ഇതിൻ്റെ ഓരോ പ്ലാനിങ്ങും കളറിങ്ങും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ദൈവത്തോട് നന്ദി പറയുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നന്ദി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ഒരു തിരുക്കർമ്മം നടത്തുക. ഒപ്പം തന്നെ ഈ കുടുംബത്തെയും ഇവിടെ താമസിക്കുന്ന എല്ലാവരെയും, കുടുംബാംഗങ്ങൾ, അപ്പച്ചനമ്മച്ചി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഭവനത്തെയും നിവാസികളെയും ആശീർവദിക്കണമേ. ആത്മീയ ശാരീരികമായ എല്ലാ അപകടങ്ങളിൽ നിന്നും വരെ കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സൈനികളുടെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ഭവനം എത്ര മനോഹരമാകുന്നു. അന്യസ്ഥലത്തായ ദിവസത്തേക്കാൾ അങ്ങയുടെ അങ്കണത്തിൽ ഒരു ദിവസം കൂടുതൽ അഭികാമ്യമാണല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ഈ ഭവനത്തെയും അങ്ങയുടെ ആലയമായി സ്വീകരിക്കണമേ. ദുഃഖങ്ങളിൽ ആശ്വാസവും ആവശ്യങ്ങളിൽ സഹായം നൽകി എല്ലാ ദിവസവും ഞങ്ങളുടെ കൂടെ വസിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഇപ്പോൾ തിരി തെളിയിച്ച് ലോകത്തിന് പ്രകാശമായ ഈശോയെ ധ്യാനിച്ചുകൊണ്ട് ഈ ഭവനത്തിന് പ്രകാശമാകട്ടെ. നമുക്കൊന്ന് ചേർന്ന് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ കാലത്ത് നടക്കില്ലെന്ന് അരുൾ ചെയ്ത കർത്താവ് ഈ ഭവനത്തിന്റെ പ്രകാശവും ജീവനുമായിരിക്കട്ടെ. സർവേശ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ ഏകണമേ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, ഞങ്ങളുടെ അക്ഷയ്ക്കും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഈജിപ്തിൽ വെച്ച് ദൈവം മൂശയോടും അഹറോനോടും ഇപ്രകാരം അറിയിച്ചു: ഓരോരുത്തരും തന്റെ ആട്ടിൻപറ്റത്തിൽ നിന്ന് ഓരോ ആട്ടിൻകുട്ടിയെ തിരഞ്ഞെടുക്കണം. വൈകുന്നേരം എല്ലാവരും ഒരുമിച്ച് കൂടി അതിനെ ബലി കഴിക്കണം. അതിന്റെ കുറെ രക്തമെടുത്ത് വീടിന്റെ കട്ടിളപ്പടിയിന്മേലും മേൽപ്പടിയിന്മേലും തളിക്കുകയും ചെയ്യണം. ആ രാത്രിയിൽ ഞാൻ ഈജിപ്തിലൂടെ കടന്നു പോകും. ഈജിപ്തുകാരുടെ കടിഞ്ഞൂൽ പുത്രന്മാരെയെല്ലാം ഞാൻ സംഹരിക്കും. ഈജിപ്തിലെ ദേവന്മാരെ ഞാൻ ശിക്ഷിക്കും. ഞാനാകുന്നു ദൈവം. നിങ്ങളുടെ വീടുകൾ തിരിച്ചറിയാനുള്ള അടയാളമായിരിക്കും രക്തം. അത് കാണുമ്പോൾ ഞാൻ കടന്നു പോകും. ഈജിപ്തിനെ ഞാൻ ശിക്ഷിക്കും, എന്നാൽ നിങ്ങൾ ബാധയിൽ നിന്നും രക്ഷപ്പെടും. നിങ്ങളോട് കൂടെ വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ ജെറിക്കോയിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്യൂസ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ ചുങ്കക്കാരിൽ പ്രധാനിയും ഒരു ധനാഢ്യനുമായിരുന്നു. ഈശോ എന്ന് കാണുവാൻ അയാൾ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ വെച്ച് അവിടത്തെ കാണുവാൻ അയാൾക്ക് സാധിച്ചില്ല. അതിനാൽ സക്യൂസ് മുമ്പേ ഓടി വഴിയിലുള്ള ഒരു അത്തിമരത്തിൽ കയറി ഈശോയെ കാത്തിരുന്നു. എന്നാൽ അവിടത്തേക്ക് ആ വഴിയാണ് പോകേണ്ടിയിരുന്നത്. ആ സ്ഥലത്തെത്തിയപ്പോൾ അവിടുന്ന് മുകളിലേക്ക് നോക്കി, സക്യൂസേ, വേഗം ഇറങ്ങി വരിക, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണ് എന്ന് അവിടുന്ന് അരുൾ ചെയ്തു. സക്യൂസ് ഉടനെ താഴെ ഇറങ്ങി സന്തോഷപൂർവ്വം അവിടുത്തെ സ്വീകരിച്ചു. കണ്ടുനിന്നവർ ഇയാൾ ഒരു പാപിയുടെ ആതിഥ്യം സ്വീകരിക്കുന്നുവല്ലോ എന്ന് ഉച്ചഭാവത്തിൽ സംസാരിച്ചു. സക്യൂസ് അതൊന്നും ഗൗനിക്കാതെ
അവിടത്തോട് പറഞ്ഞു, കർത്താവെ, എൻ്റെ വസ്തുവിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു. എന്തെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 1/4 ഞാൻ തിരികെ കൊടുക്കുന്നു. അപ്പോൾ ഈശോ അരുൾ ചെയ്തു, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സന്ദർശന ഭക്തിയോടും കൂടെ നിന്ന് കർത്താവെ ഈ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അധ്വാനവും പ്രാർത്ഥനയും വഴി യഥാർത്ഥമായ ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് നിരന്തരം അങ്ങയെ പ്രീതിപ്പെടുത്താൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ പുതിയ കൽപ്പന അനുസരിച്ച് ഉപവിയോടുകൂടെ ജീവിക്കുവാനും പരസ്പരം ക്ഷമിക്കുവാനും കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരെ സഹായിക്കുവാനും എല്ലാ മനുഷ്യരോടും അനുകമ്പ കാണിക്കുവാനും കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിത കർത്തവ്യങ്ങളെല്ലാം കൃത്യമായി നിർവഹിക്കുവാനും അങ്ങയുടെ സ്നേഹത്തിന് അർഹരായി തീരുവാനും കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും ജീവിതത്തിലെ മറ്റു ക്ലേശങ്ങളും സന്തോഷപൂർവ്വം സഹിച്ചുകൊണ്ട് അങ്ങയെ പിന്തുടരുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. തിരുകുടുംബത്തിന്റെ മാതൃക അനുസരിച്ച് സമാധാനപൂർവ്വം ജീവിക്കുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. ഭാഗ്യമുള്ള മരണം വഴി അവസാനം അങ്ങയെ പ്രാപിക്കുവാൻ കർത്താവേ, കുടുംബാംഗങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനം. വിശുദ്ധരുടെ രൂപങ്ങൾ നമുക്കിപ്പോൾ വെച്ചിരിക്കാം. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുകയും വിശുദ്ധിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഈശോയുടെ തിരുഹൃദയത്തിന്റെയും പരിശുദ്ധ നിഗാമരത്തിലെ വിശ്വസ്തേ പിതാവിന്റെയും ഈ ക്രൂശിത രൂപത്തെയും ഈ ജപമാലകളെയും അങ്ങ് ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാനായി ഞങ്ങൾ ഈ രൂപങ്ങളുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തണമേ. സുവിശേഷ സാക്ഷ്യം വഹിക്കുവാൻ ഈ വിശുദ്ധരുടെ മാതൃക ഞങ്ങളുടെ ജീവിതത്തിന് പ്രചോദനം നൽകട്ടെ. പരിശുദ്ധരായി ജീവിക്കുവാനും പരിശുദ്ധരുടെ അങ്ങേ കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആശീർവാദ പ്രാർത്ഥനയാണ്. നമുക്കൊന്ന് ചേർന്ന് ഈ ഭവനത്തെ സമർപ്പിക്കാം. ഈജിപ്തിലെ അടിമത്തത്തിൽ വെച്ച് ഇസ്രായേൽക്കാരുടെ കുടുംബങ്ങളെ അപകടം രക്ഷിച്ച ഖാലിവാനായ കർത്താവേ, പുതിയതായി രൂപം കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ആശീർവദിക്കണമേ. അങ്ങയുടെ തിരുസഭയിൽ സജീവമായി പ്രവർത്തിക്കുന്ന പ്രധാനമായ ഘടക കുടുംബമാകിയാൽ പൈതൃകമായ അനുഗ്രഹം നൽകി ഇതിനെ കാത്തുരക്ഷിക്കണമേ. സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും അങ്ങയുടെ തിരുമനസ് നിറവേറ്റുവാൻ ഈ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. ശിശുക്കളെ സംരക്ഷിക്കുകയും പരിശുദ്ധ വളർന്നു അനുഗ്രഹിക്കുകയും ചെയ്യണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് രാജാവായി വാഴണമേ. ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം അങ്ങ് തന്നെ നിയന്ത്രിക്കണമേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം ആശീർവദിക്കുകയും ഞങ്ങളുടെ സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണമേ. ഞങ്ങളിൽ ആർക്കെങ്കിലും അങ്ങേ ഉപദ്രവിക്കേണ്ടയായാൽ ക്ഷമിക്കണമേ. ഈ കുടുംബത്തിലുള്ളവരെയും ഇവിടെ നകന്നിരിക്കുന്നവരെയും സ്വന്തമായി അനുഗ്രഹിക്കണമേ. മരിച്ചുപോയ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ നിത്യഭാഗ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അങ്ങയെ കണ്ട് ആനന്ദിക്കുവാൻ സ്വർഗത്തിലെത്തുന്നതുവരെ ആത്മീയവും ശാരീരികവുമായ എല്ലാ വിപത്തുക്കളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. മറിയത്തിന് വിമല ഹൃദയവും പിതാവും ഞാൻ പ്രതിഷ്ഠയെ അങ്ങേക്ക് സമർപ്പിക്കുകയും ജീവിതകാലം മുഴുവനും സജീവ സ്മരണ ഞങ്ങളിൽ നിലനിർത്തുകയും ചെയ്യണം. ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അനുഗ്രഹിക്കണമേ. മറിയത്തിന് വിമല ഹൃദയമേ ഞാൻ കൊണ്ടുപേക്ഷിക്കണമേ. ഔസേ പിതാവേ ഞാൻ കൊണ്ടുപേക്ഷിക്കണമേ. മർഗ്ഗരീത്ത മറിയമേ ഞാൻ കൊണ്ടുപേക്ഷിക്കണമേ. കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.